സ്വയം സേവകർക്ക് ഡോക്ടർ ജി ഭാസ്കർ റാവു ആയിരുന്നു എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായ പ്രയോഗം മാത്രമാണ്. കാരണം ഡോക്ടർ ജിയുമായിട്ട് അടുപ്പമുള്ള കേരളത്തിൽ അന്ന് ആരും തന്നെ ഇല്ല എന്ന് പറയാം. ഒന്നോ രണ്ടോ പേര് യാദൃശ്ചികമായിട്ട്. ഭാസ്കർ റാവുജിക്ക് മുമ്പുണ്ടായിരുന്ന പ്രാന്തപ്രചാരകന്മാർ ദാദാജി പരമാർത്ഥ, ദത്താജി ഡിഡോൾക്കർ, ഇവരെ പറ്റിയും ഒക്കെ അന്നുണ്ടായിരുന്ന ആൾക്കാർ ഇത് പറയുമായിരുന്നു. ഡോക്ടർ ജിയുടെ പ്രതിരൂപമാണ് എന്നൊക്കെ പറയുമായിരുന്നു. ഒരു ഡോക്ടർ ജി ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് കണ്ടതെല്ലാം ഡോക്ടർ ജി ഈ ഒരു ഇതിൽ വന്നതാണത്. അങ്ങനെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഒരു കാര്യം, കേരളത്തെ ഇത്രയധികം സൈലൻ്റായിട്ട് മാറ്റിമറിച്ച ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അത്രയധികമാണ് ഭാസ്കർ റാവുജിയുടെ സംഭാവന. എൻ്റെ ചെറുപ്പത്തിൽ ഭാസ്കർ റാവുജിയെ ഭാസ്കർ റാവു എന്നാണ് വിളിക്കുന്നത്, ജി ഇല്ല. കാരണം റാവു തന്നെ ബഹുമാന സൂചകമാണ് മറാഠിയിൽ. അതുകൊണ്ട് വീണ്ടും ജി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ മറാഠിയിലിപ്പോൾ സാവർക്കറെ താത്യാറാവു എന്ന് പറയും. താത്യാറാവു എന്ന് പറഞ്ഞാൽ താത്യാറാവു ജി എന്ന് ചേർക്കേണ്ട കാര്യമില്ല. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ആദ്യകാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഭാസ്കർ റാവു എന്നാണ് പറയുന്നത്. ഭാസ്കർ റാവു ജി ഇല്ല. ജി പിന്നെ ഈ മലയാളികൾ ഒരു ബഹുമാനം വേണ്ടേ? ഭാസ്കർ റാവുവിനെ വെറും പേര് പറയുന്നത് ശരിയാണോ? അങ്ങനെയല്ല, ഈ റാവു തന്നെ ബഹുമാന സൂചകമായിട്ട് ചേർക്കുന്നതാണ്. പക്ഷെ നമുക്കത് പിടിക്കുന്നില്ല, മലയാളി മനസ്സിനത്. അപ്പോൾ ഭാസ്കർ റാവു ജി എന്നായി. ഇങ്ങനെയാണ് ഭാസ്കർ റാവു ജി ഉണ്ടാകുന്നത്. എന്തുമായിക്കോട്ടെ, അത് പലരും പറഞ്ഞു ഭാസ്കർ റാവു ജി ആയി. ഞാനും ഭാസ്കർ റാവു ജി എന്ന് പറയാൻ തുടങ്ങി. പക്ഷേ ഞാൻ തീരെ കുട്ടിയായിരുന്നപ്പോഴൊക്കെ ഭാസ്കർ റാവു എന്നാണ് പറയുന്നത്, വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിലൊരു പ്രശ്നവും അന്നാർക്കും തോന്നിയിരുന്നില്ല. പിന്നെ ഈ കോംപ്ലക്സ് വരികയും എല്ലാവരും അങ്ങോട്ട് മാറുകയും ചെയ്തപ്പോൾ ഞാനും അതിൻ്റെ കൂടെ അങ്ങ് മാറി കാലത്തിനൊത്ത്. അപ്പോൾ ഞാൻ ഭാസ്കർ റാവുജിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരമായിരിക്കും. ഭാസ്കർ റാവുജി മരിക്കുന്ന ദിവസം ഞാൻ കോട്ടയത്താണ്. കോട്ടയത്ത് വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസം. അപ്പം ഞാനും ബാക്കി എല്ലാവരും അവിടെയുണ്ട്. അപ്പോഴാണ് ഈ വാർത്ത അറിയുന്നത്. അപ്പോൾ പരമേശ്വർജിയും ഞാനും കൂടെ കോട്ടയത്ത് നിന്ന് കാറിൽ എറണാകുളത്തേക്ക് പുറപ്പെട്ടു. സമ്മേളനം അത്യാവശ്യം ചടങ്ങുകളോടെ അവസാനിപ്പിക്കാനായിട്ട് അന്ന് സംഘടനാ സെക്രട്ടറി ആയിരുന്ന എം ബാലകൃഷ്ണൻ, ഇപ്പോൾ സംഘ ചുമതലയുള്ള കോഴിക്കോട്ടുള്ള ബാലകൃഷ്ണനെ ഏൽപ്പിച്ചു. ബാലകൃഷ്ണനെ വേണ്ടതൊക്കെ ചെയ്തിട്ട് സമാപനം നടത്തിക്കോ എന്ന് പറഞ്ഞിട്ട് പരമേശ്വരിയും ഞാനും കൂടെ അവിടെ നിന്ന് പുറപ്പെട്ടു. വഴിയില്ല, ആദ്യമായിട്ടാണ് പരമേശ്വരജി കാറിൽ നിശബ്ദനായിട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ പരമേശ്വരിയുടെ കൂടെയുള്ള കാർ യാത്ര വളരെ രസകരമായ ഒരു സംഗതിയാണ്. പരമേശ്വരജി ഒരുപാട് കവിതകൾ, ശ്ലോകങ്ങളൊക്കെ ചൊല്ലുക, പറയുക, ചിരിക്കുക, തമാശ പറയുക, ഇതൊക്കെ ചെയ്യുന്നത് കാർ യാത്രയിലാണ്. അതർവൈസ് പരമേശ്വർജി ഗൗരവത്തിലായിരിക്കും മിക്കവാറും. ചിരി വന്നാൽ തന്നെ ഇങ്ങനെ തുടച്ച് കളയും. അങ്ങനെ ആ ഒരു നേച്ചറാണ് പരമേശ്വർജിയുടെ. പക്ഷേ കാറിൽ ഒന്നോ രണ്ടോ പേര് മാത്രമാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ചിരിക്കുകയും, കവിതയാണ് മിക്കവാറും വിഷയം. പക്ഷേ അന്ന് പരമേശ്വർജി ത്രൂ ഔട്ട് നിശബ്ദനായിരുന്നു, കോട്ടയം മുതൽ എറണാകുളം വരെ. എറണാകുളത്ത് കരയിൽ എത്താറായപ്പോൾ ഞാൻ പറഞ്ഞു, പരമേശ്വർജി ഞാൻ വീട്ടിൽ പോയിട്ട് അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരാം. പരമേശ്വരിയെ കരേലത്തിൽ ഇറക്കിയിട്ട്, എൻ്റെ അച്ഛൻ ഭാസ്കർ റാവുജിയുടെ ഒരു ആത്മസുഹൃത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പരമേശ്വരിജി എന്നോട് ചോദിച്ചു, ഭാസ്കർ റാവുജിയുടെ ആത്മസുഹൃത്ത് അല്ലാത്ത ഒരാളിനെ മോഹൻദാസിന് പറയാമോ? അപ്പോൾ ഞാൻ സത്യമാണ്, എല്ലാവരും ആത്മസുഹൃത്തുക്കളാണ്. എല്ലാവരും ഞാൻ ഭാസ്കർ റാവുജിയുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് എന്ന് പറയും. ഇതാണ് ഭാസ്കർ റാവുജിയുടെ പ്രത്യേകത. എല്ലാവർക്കും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. മോഹൻദാസിനും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, ബാലകൃഷ്ണനും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, വായുജിത്തിനും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്, എല്ലാവർക്കും സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്. എല്ലാവർക്കും തോന്നും ഞാനാണ്, ഐ എം ദ ക്ലോസസ്റ്റ് മാൻ ടു ഭാസ്കർ റാവുജി, ഞാൻ കഴിഞ്ഞിട്ടേ വേറെ ആർക്കും ഉള്ളൂ കേട്ടോ എന്ന് തോന്നും. അങ്ങനെ ഒരു ക്യാരക്ടർ. എന്നാൽ
വലിയ ബും ബും എന്ന് പറഞ്ഞുള്ള സംഗതിയോ ഒന്നുമില്ല. ഭാസ്കരരാജു ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ പ്രസംഗിക്കില്ല. വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, ബൗദ്ധിക അത് ഇതൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക, അവരെ ലിഫ്റ്റ് ചെയ്യുക. അല്ലാതെ ഭാസ്കരരാവുജി സ്വയം ഇടപെട്ട് ആ പ്രസംഗം ഇല്ല. മലയാളം തന്നെ ഭാസ്കരരാവുജിക്ക് നേരെ അറിയില്ല. അത് മരണം വരെ മലയാളം നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ മലയാളം അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇദ്ദേഹം മലയാളി അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. സംസാരിക്കുന്നത് മലയാളത്തിലാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷെ മലയാളി അല്ല ഇദ്ദേഹം എന്ന് മനസ്സിലാകുമായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ അല്പസ്വല്പം ഇംഗ്ലീഷ് അത് ഇതൊക്കെ ചേർത്തിട്ട് ഈ ഭാഷ വലിയ ആവശ്യമൊന്നുമില്ല എന്ന് തെളിയിച്ചൊരു മനുഷ്യൻ. രണ്ടു പേർക്ക് തമ്മിൽ സംസാരിക്കാൻ ഭാഷയുടെ വലിയ ആവശ്യമൊന്നുമില്ല. ഭാഷ ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതാണ് പിൽക്കാലത്ത് ഒരു തമിഴ് പാട്ടിൽ വന്നിരുന്നു, മൊഴി എന്നാണ് ആ സിനിമയുടെ പേരെന്ന് തോന്നുന്നു. അതിൽ സുജാത പാടിയൊരു പാട്ടുണ്ട്, കാറ്റിൻ മൊഴി കടലായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അതിലൊരു വരിയുണ്ട്, മനിതർക്ക് മൊഴിയേ തേവയില്ലേ എന്ന് പറഞ്ഞാണ് ആ പാട്ടിൻ്റെ ഓരോ ഇതും അവസാനിക്കുന്നത്. മനിതർക്ക് മൊഴിയേ തേവയില്ലേ, ഭാഷയുടെ ആവശ്യമില്ല. ഭാഷയില്ലാതെ തന്നെ സുഖമായിട്ട് കുഞ്ഞ് അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേറെയില്ല. സംസാരിക്കാത്ത കുഞ്ഞ് അതിൻ്റെ കരച്ചിലിൻ്റെ പ്രത്യേകത കൊണ്ട് അമ്മയുടെ അടുത്തും അമ്മൂമ്മയുടെ അടുത്തും, അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ആ ഭാഷ മനസ്സിലാവും. അതിന് വയറുവേദനിച്ചിട്ടാണ് എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഭാസ്കരരാവുക്ക് കമ്മ്യൂണിക്കേഷന് ഭാഷ വേണ്ട, മലയാളമോ എന്താണെങ്കിലും ശരി. അതുണ്ടെങ്കിൽ ഓക്കെ, അതില്ലെങ്കിലും ഫൈൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഷയില്ലാതെ ഹൃദയത്തെ ഉമ്മ വെച്ചുതിരും മഞ്ജുള രാഗമർമ്മരം എന്ന് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹൃദയത്തോട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഇൻസ്ട്രക്ഷൻ ക്ലിയറായിട്ട് പാസ് ചെയ്യും, ഫ്രം ഹാർട്ട് ടു ഹാർട്ട്, മൗത്ത് ടു മൗത്ത് അല്ല, ഫേസ് ടു ഫേസും അല്ല, ഹാർട്ട് ടു ഹാർട്ടാണ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഏറ്റവും പവിത്രമായ ഒരു കമ്മ്യൂണിക്കേഷൻ. അത് ബ്രേക്ക് ചെയ്യാൻ, ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ ഒരു മനുഷ്യൻ ധൈര്യപ്പെടുകയില്ല. കാരണം ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം തന്നെ തകർക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ആരും സ്വന്തം ഹൃദയം തകർക്കാൻ ആരും പുറപ്പെടുകയില്ല. സോ സെക്യൂർ. എന്നെ സംബന്ധിച്ചോളം ഒരു ആപൽ ബാന്ധവനും കൂടെയാണ് ഭാസ്കരരാവുജി. എന്നാൽ എനിക്ക് മാത്രമാണോ അത്? അല്ല. കേരളത്തിലെ ഓരോ സ്വയം സേവകരും ഇതുപോലത്തെ നൂറുകണക്കിന് കഥകൾ പറയാനുണ്ടാകും. അതാണ് പരമേശ്വർജി ഒറ്റ ചോദ്യം കൊണ്ട് എന്നോട് ചോദിച്ചത്, ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലാത്ത ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ? ഇല്ല. എല്ലാവരും ക്ലോസ് ടു ഭാസ്കരറാവു, എല്ലാവരും ക്ലോസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആർക്കും പോയി എന്ത് സങ്കടവും പറയാവുന്ന ഒരു എന്താ പറയുക, പുരുഷാകൃതി പൂണ്ടധർമ്മമോ എന്നൊക്കെ നാരായണ ഗുരു എഴുതിയിട്ടില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അസാമാന്യനായ ക്യാരക്ടർ.